അപ്പൊ താനിനി എങ്ങോട്ടാ പോവാ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. എവിടുന്നെങ്കിലും കുറച്ച് കാശുണ്ടാക്കണം. ഇവിടെ നിന്നാ ഭ്രാന്തായി പോവും. എല്ലാവരെയും പിണക്കി പറഞ്ഞു വിട്ടിട്ട് ഇന്ദുവിനെ കെട്ടിച്ചയക്കാന്ന് വാക്കുകൊടുത്തതല്ലേ. അത് നടന്നില്ലെങ്കിൽ അച്ഛനും ഓപ്പോളും എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും എന്നെ ശപിക്കും. ആ ശാപം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഞാൻ ഗുണം പിടിക്കില്ല. പിന്നെന്തിനാ ഒക്കെ കയറി ഏറ്റത്? മുന്നിൽ ഒരു വെട്ടം കണ്ടിരുന്നു. പക്ഷെ ഇപ്പോ പക്ഷേ താനെവിടെ പോയിരിക്കായിരുന്നു? ഞാനിന്ന് മൂത്രമൊഴിക്കാൻ പോയതാ. കണ്ണിക്കൂടി മൂത്രമൊഴിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണാം. താനെന്തിനാ കരഞ്ഞേ? ഏയ്, ഞാൻ കരഞ്ഞല്ലോ. കണ്ണിൽ കരട് പോയതാ. വണ്ടി വരുന്നുണ്ട്. ഇതിരിക്കട്ടെ. എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. വഴിച്ചെലവിനോലും വേണ്ടേ. തൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കും. ഞാൻ പ്രാർത്ഥിക്കാം. ഭൂമി ഉരുണ്ടല്ലേ. വിധിയുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലൊക്കെ വെച്ച് എപ്പോഴെങ്കിലൊക്കെ കാണാം. ബൈ. ഇത് നോക്കി. ഇതല്ലേ തനിക്ക് വേണ്ടത്? എന്റെ കൂടെ വന്ന എന്റെ കാര്യത്തിന് കൂട്ടുനിന്ന സമ്മാനായിട്ട് ഇത് തരാം. കല്യാണം നടത്തിയിട്ടുള്ളൂ. ബാക്കി കാര്യം മുടിഞ്ഞ റേറ്റ് അവിടുത്തെ റൂമിന്. ഒരു ദിവസം 3000 രൂപ. എൻ്റെ കയ്യിലാണെങ്കിൽ 250 രൂപയുള്ളൂ. എല്ലാരും എത്തിയോ? പെണ്ണിന്റെ ആൾക്കാരൊക്കെ ഉണ്ട്. ചെക്കൻ്റെ ആൾക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന കേട്ടെ. ഫെലിക്സോ? അയാളുണ്ട് ഇവിടെ. ഞാൻ പോയി കാണട്ടെ. വെറുതെ എടുത്തിയാടണ്ട. എല്ലാം സാവകാശം മതി. ആ, അയ്യോ, നീ എന്താ ഇവിടെ? നിന്നെന്തിനാ ഇപ്പൊ കെട്ടിയെടുത്തത്? വെള്ളത്തേണ്ടി തന്റെ വിളിക്ക് വേറെ കല്യാണം ഉറപ്പിച്ചു. ഒരു വഴിയിലുണ്ടായപ്പോ ഞാൻ വെള്ളം കൂട്ടി ഒളിച്ചോടി ഇങ്ങോട്ട് പോന്നു. 2 ദിവസമായിട്ട് നിന്നെ ഇവിടെ തേടി നടക്കാൻ ഞാൻ. ഇതെന്റെ കൂട്ടുകാരൻ മണി. മാല അതിന്റെ കയ്യിലുണ്ട്. ആ മാലയല്ല, ഇത് മേഘമാല. അവൻ കെട്ടാൻ പോണ പെണ്ണ. എന്താടാ? ഈ പെണ്ണിനെ മാല കിട്ടിയോ? ആ മാല വെച്ച കാശ് കിട്ടിട്ടോണ്ട് ഈ മാല കെട്ടിട്ട് ആ തന്തപ്പെട്ട റൂമിൽ ആണായിട്ട് പോയി നിൽക്കാൻ. കിട്ടി എന്നാ കിട്ടി. അതിന്റെ ഏർപ്പാടാ. അതൊക്കെ ഞാൻ പറയാം. അന്നത്തിരി കാശായി ഞങ്ങളൊന്ന് ഓട്ടയ്ക്ക് കൊടുക്കാനാ. എത്ര? 7300. 7300. നീ വരുന്ന വഴിക്ക് ഓട്ടോറിക്ഷ സ്വന്തമായിട്ട് വാങ്ങിച്ചോ? ഈ പെണ്ണിനെ കൊണ്ട് ഓടുന്ന വെപ്രാളത്തിലേക്ക് കിട്ടിയ ഓട്ടയാ. പിന്നെ അതിലിങ്ങോട്ട് പോന്നു. നാട്ടിൽ നിന്ന് പിടിച്ച ഓട്ടയാ. 10,500 മൈലേറില്ലേ. എന്നിട്ടാ ഓട്ടോ എവിടെ? ഞാനിവിടെ വന്ന് നോക്കിയപ്പോ നീ ഇവിടെ എത്തിയിട്ടില്ല. പിന്നെ ഓട്ടോറിക്ഷക്കാരനെ ഇവിടെ നിർത്തിയിട്ട് ഹോട്ടലിനകത്തോടെ ഓടിയിട്ട് പുറകുവശത്തെ മതിലാടി ഓടി. അയാൾ എന്നെ തപ്പി നടക്കാ. പോലീസിന് പണി കൊടുത്തിട്ടുണ്ട് കേട്ടെ. എന്റെ കയ്യിൽ ഇനി 10-200 രൂപയുള്ളൂ. ചെക്കൻ്റെ വീട്ടുകാരെന്നാ തോന്നണേ. ഞാൻ സ്ഥിതിഗതികളൊക്കെ നടന്നിട്ട് വരാം. ഞാനിവിടത്തെ പോയി ബീച്ചൊക്കെ നിറച്ചല്ലോ. എന്റെ അപ്പന്റെ പ്രായം ഉണ്ടല്ലോ. കള്ളൻ ഇങ്ങോട്ട് ഇറങ്ങി വാ. എത്തിയോ? വരണം വരണം. യാത്രയൊക്കെ സുഖമായിരുന്നു. നല്ല സുഖണ്ടായിരുന്നു. പെട്ടി സൂക്ഷിക്കിട്ടാ. ഇവിടെ എങ്ങനെ നല്ല സുഖണ്ടാ? സുഖത്തിനൊന്നും ഒരു കുറവില്ല. പിന്നെ എന്തിനാ കുറവ്? ഇതെന്റെ ഡെബ്യൂ. ഇത് ചെക്കന്റെ ഡാഡി മിസ്റ്റർ KT മാത്യു. മാത്തച്ഛൻ വിളിക്കും. ഇത് സ്വർണ്ണമ്മ, മാത്തച്ഛന്റെ വൈഫ്. നമസ്കാരം. സൂസയെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എന്റെ സഹധർമ്മി. ഞങ്ങള് ഫോണിൽ സംസാരിച്ചിട്ടേ ഉള്ളൂ. ഇതെന്റെ അളിയൻ വർക്കച്ചൻ. ഇതെന്റെ അവള് കല്യാണത്തിന് തലേദിവസം വരുള്ളൂ. കുട്ടികളുടെ പരീക്ഷ എടുക്കല്ലേ.
എല്ലാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തുന്നതിന് ഒരു ദിവസം പോരാതാകും. അതുകൊണ്ട് എല്ലാരും സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുക. ബാബു, എല്ലാവരുടെയും മുറിയുടെ കാര്യം എന്തായി? അച്ചായൻ തന്നെ ചെന്ന് ചോദിക്കും. ഞാൻ ചോദിച്ചിട്ട് ഇപ്പൊ തരാന്ന് പറയുന്നത്. ആഹാ, എല്ലാരും ഒന്ന് നിൽക്കണേ, ഞാൻ ഇപ്പോ വരാം. എന്ത് ഡ്രസ് അത് ജോക്കറാ? സോറി, 1 മിനിറ്റ്, റൂം ഇപ്പൊ റെഡിയാവും. വാട്സപ്പിലേ 25 ദിവസം മുമ്പ് 60 റൂം ഞാൻ ബുക്ക് ചെയ്തല്ലേ? ക്ഷമിക്കണം മിസ്റ്റർ ഫെർണാണ്ടസ്, ചില റൂംസ് ഒക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോറി സാർ, ഒരു അരമണിക്കൂർ എല്ലാവരും കോഫി ഷോപ്പിൽ പോയി കാപ്പ് കുടിക്കുമ്പോഴേക്കും കീമായിട്ട് ഞാനങ്ങ് വന്നേക്കാം. സോറി, എല്ലാവർക്കും റൂം ഉടനെ ശരിയാവും കേട്ടോ. ഓ ഇറ്റ്സ് ഓക്കെ. എക്സ്ക്യൂസ് മീ, ഒരു കാർഡ് തരൂ. യെസ്. ഗുഡ് മോർണിംഗ് സാർ. ഹലോ ഐ ആം രാമൻ കാർത്ത. ഹലോ. ഹലോ, ഒരു റൂം ബുക്ക് ചെയ്തിരുന്നു ഇവിടെ. ഇവിടെ സോറി സാർ, ഒരു ഗ്രൂപ്പിന്റെ ചെക്കിൻ ഉണ്ട്. സാർ റെസ്റ്റോറന്റിലേക്ക് ഒന്ന് ഇരുന്നാൽ കീ ഞാൻ അവിടെ കൊടുത്തേക്കാം. Okay. ഒരു 15 മിനിറ്റ്സ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളവർക്കൊക്കെ കഴിക്കാം. എനിക്കൊരു കപ്പ് കാപ്പി മാത്രം മതി. എന്നാ വാ. ആ. ഇവിടെ നല്ല ചാകരയാണല്ലോ. നല്ല ഉരുപ്പടികൾ കുറെ വന്നിറങ്ങിയിട്ടുണ്ട്. ഇതൊന്നും മറ്റേ കേസല്ല, എല്ലാം കുടുംബത്തിൽ പറഞ്ഞവരാ. ആവേശത്തിൽ കയറി പിടിച്ച് കൂടുതൽ കുഴപ്പമുണ്ടാക്കല്ലേ സാറേ. അതെന്താ, നമ്മൾ കുടുംബത്തിൽ പറഞ്ഞവർ തന്നെയല്ലേ? കുടുംബത്തില്ല. ആര്? ഹംസക്കയാ? പതുക്കെ, ഇവിടെ എന്റെ പേര് ഹംസക്കോയ എന്നല്ല, കർത്ത എന്നാണ്. കർത്തായ? അപ്പൊ സാറ് മതം മാറിയാ? ഇല്ല, പേര് മാറി. ഇവിടെ രാമൻ കർത്ത എന്നുള്ള പേരിലാണ് ഞാൻ മുറി എടുത്തിരിക്കുന്നത്. നമ്മള് ബീവിക്ക് എനക്കൊരു സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതെ, ഇവിടെ ഇത് നല്ല ഐറ്റം ഒന്ന് എന്നെ വിവരം അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഒറ്റയ്ക്ക് കയ്യും വീശി വന്നിരിക്കല്ലേ? അല്ല, ഒരെണ്ണം ഇവിടെ വരും. നമ്മള് ജോസ് അയക്കുന്ന ആളാ. അവരെന്നോ നാളെ ഇവിടെ എത്തും. ആള് കൊള്ളാമെങ്കിൽ നമ്മൾ കെട്ടിക്കോളാന്ന് പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ കാശ് കൊടുത്തു വിടും. കൊച്ചു കള്ളൻ. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ ഹംസക്കോയുടെ റൂം ഏതാണ്? ഇല്ല സർ, അങ്ങനെ ഒരാളില്ല. ഇല്ലാതിരിക്കാൻ വഴിയില്ലോ. അങ്ങനെ ഒരു ബുക്കിംഗ് ഇല്ല സർ. Where is the manager? അയ്യോ, എങ്ങനെ കൊണ്ടുപോകണം? എന്താ ഇത്? ഹലോ, ഞാൻ അന്തപ്പൻ. നിന്റെ അപ്പനല്ല, വാടക കൊലയാളി അന്തപ്പൻ. ചാവേണ്ടവൻ ഈ ഹോട്ടലിൽ ഇല്ലെന്ന്, ഹംസക്കോയ ഇവിടെ ഇല്ലെന്ന്. എന്നാ വ്യാജ പേര് എന്താണെന്ന് പറ. എന്നാ ചാവേണ്ടവന്റെ ഒരു ഫോട്ടോ ഇങ്ങോട്ട് അയക്കേ. പാഷ എന്ന പേരിൽ, ഭാഷ അല്ലടോ, പാഷ എന്ന പേരിൽ ഈ ഹോട്ടൽ അഡ്രസ് അയച്ചാൽ മതി. ഓക്കെ. ആ പിന്നെ ആദ്യം അഡ്വാൻസ് കൊടുത്തയക്കണം. ബാക്കി കാശ് അവൻ ചത്തു തൊലഞ്ഞിട്ട്. അത് ചത്തവനോട് ചോദിച്ചാ പോരെ? ഓക്കെ, എന്തായാലും ഫോട്ടോ അയക്കേ. ബാക്കിക്കാര്യം ഞാൻ ഏറ്റു. എക്സ്ക്യൂസ് മീ, ഒരു ബുക്കിംഗ് ഉണ്ടല്ലോ, പാഷ. സാർ, ഒരു അല്പസമയം വേണം. കൗണ്ടർ ബിസിയാണ്. ഞാൻ റെസ്റ്റോറന്റിലേക്ക് കീ എത്തിക്കാം. ഓക്കെ സാർ.